Kerala Government Medical Officers Association June 15 മുതൽ 28 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥാ പതാക ഡോക്ടർ എസ് പ്രമീള ദേവിക്ക് കൈമാറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ ഡോക്ടർ കെ.പി. അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരുടെ ഇച്ഛയ്ക്കൊത്ത് പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുകയും ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ നിശ്ചിത വിമർശനമുയർത്തിയ ഉദ്ഘാടന ജാഥ തെരുവു നാടകത്തോടെയാണ് തുടങ്ങിയത്. പ്രക്ഷോഭജാഥ ഉദ്ഘാടനം ചെയ്ത ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി പ്രൊഫസറുമായ ഡോക്ടർ കെ.പി. അരവിന്ദൻ കേരള ആരോഗ്യ മാതൃക പഴങ്കഥയായി മാറിയതായി കുറ്റപ്പെടുത്തി. കേരളത്തിലെ ശിശുമരണ നിരക്ക് 10-ൽ താഴെ കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാതൃമരണ നിരക്ക് 66 ആണ്. 60കളിൽ 10%, 70കളിൽ 8% ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരുകൾ നിക്ഷേപിച്ചുവെങ്കിൽ സമീപകാലത്ത് നിക്ഷേപം 4 മുതൽ 5% വരെ മാത്രമായി കുറഞ്ഞിരിക്കുന്നു. പകരം ഓരോ മന്ത്രിമാരുടെയും ഇച്ഛയ്ക്കൊത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രം പ്രഖ്യാപിക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി പോലും ആസൂത്രണം ചെയ്യാതെയാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ കെ.പി. അരവിന്ദൻ ദേശീയ വരുമാനത്തിന്റെ 0.9% മാത്രമായിരുന്നു ഒരു വർഷം മുൻപ് വരെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി. മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ മുന്നിലാണ് നമ്മളെന്നും നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് 2-3 പതിറ്റാണ്ടുകളാണ്. എന്നാൽ സത്യം ഇന്ന് കേരള ആരോഗ്യ മാതൃക ഒരു പഴയ കഥ ആയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള ആരോഗ്യ മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തവണയും കേരളത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അവിടെയുള്ള നിലവാരം എന്താണെന്ന് നോക്കിയല്ല ഇതിനെപ്പറ്റി പറയുന്നത്. കഴിഞ്ഞ വർഷം ഇത് 1.2% ഉയർത്തിയിട്ടുണ്ടെങ്കിലും ആരോഗ്യ മേഖലയിൽ 4 മുതൽ 5% വരെ നിക്ഷേപിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ കെ.പി. അരവിന്ദൻ കൂട്ടിച്ചേർത്തു. ജാഥ കൺവീനർ ഡോക്ടർ ജിതേഷ് പ്രക്ഷോഭജാഥയ്ക്ക് സ്വാഗതം ആശംസിച്ചു. KGMO കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ജാഥയ്ക്ക് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസ്, പ്രൊഫസർ മാധവ പണിക്കർ, ഡോക്ടർ C. അബ്ദുൽ ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ജോസഫ് ചാക്കോ നന്ദി പ്രകാശിപ്പിച്ചു.